തോ എടുപ്പേലി ഓ എന്താ ഇന്നും തുടങ്ങിയാ ഇന്നും രണ്ട് ധ്രുവത്തിലാണല്ലോ ഒന്നങ്ങ് തെക്കോട്ടു ഒന്നങ്ങ് വടക്കോട്ടു. എന്തെന്നാണ് ഇന്നത്തെ പ്രശ്നം നിങ്ങളെ? എന്തെന്നാ അങ്ങോട്ട് ചോദിക്ക, എന്തെന്നാ പ്രശ്നം? എന്ത് ചെയ്താലും ചെയ്തില്ലേലും കുറ്റം മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയലില്ലേ ഇവിടെ നിക്കണ്ട, പോവാൻ വേറെ വീട്ടിൽ പോവാന്ന്, സമാധാനത്തോടെ നമുക്കും നമ്മുടെ മോനുമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ നിക്കാ ഇവിടെ നിക്കാ ഇവിടെ നിക്കാന്ന്. എല്ലാം സഹിക്ക് എല്ലാം എന്തെന്നാ ഇവിടുത്തെ ഇന്നത്തെ പ്രശ്നം? എന്നാ പ്രശ്നം എന്തെന്നാന്നറിയാവാ? ഞാൻ എന്തെങ്കിലും ഓളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓള് എന്നോട് തട്ടിന് തറവട്ടാ പറയാ. അതെനക്ക് തീരെ പിടിക്കൂല. അന്നേരം എന്നോട് അങ്ങ് പറഞ്ഞു. അത് തന്നെ ഇവിടുത്തെ പ്രശ്നം. എന്നിട്ട് പിന്നെ ഇനി വരുവാൻ കാക്കൂ, ഇനി വന്നിട്ട് ഇന്നോട് 1-ന് 10-ന് 100 ഇന്നോട് അങ്ങ് പറഞ്ഞു തരുകയും ചെയ്യും. പിന്നെ എന്തെന്നാ പ്രശ്നം തീരും ഇവിടുത്തെ? അല്ലാണ്ട് നിങ്ങൾ എന്താ കളിക്കുന്നേ? 24 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കി നിങ്ങളെ കൊണ്ട് ഇടവലത്തുള്ള ആൾക്കാർക്കൊന്നും ജീവിക്കണ്ട? നിങ്ങൾ കണ്ടിട്ടില്ല ധ്യാനിസ് വളർന്നു വരുന്നേ? പ്രജീഷേട്ടാ, ഒരു കൈ മുട്ടിയാലും സൗണ്ട് ഉണ്ടാവൂലോ. 2 കൈ മുട്ടുന്നോണ്ടല്ലേ ഈ ഒച്ചയും ബഹളം എല്ലാം ഉണ്ടാവുന്നേ. അതല്ലേ ഞാൻ പറയുന്ന, ഈ വീട്ടിൽ നിൽക്കണ്ട, വേറെ താമസിക്കാം. അങ്ങനെയാണെങ്കിൽ ഒച്ചയും ബഹളവും നാണക്കേടും ഒന്നും ഉണ്ടാവൂല. ധ്യാനിസ് കണ്ടു വളരെയോ ഇല്ല. നമുക്കായി നമ്മുടെ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യാം. എന്നാ ജിത്തു പറയുന്നേ? ഇവിടെ അച്ഛനും അമ്മേനെ ഇട്ടേച്ച് അങ്ങനെ വേറെ വീട്ടിൽ പോകാൻ പറ്റുവാ? നീ പറയുന്ന പോലെ അപ്പാട് വേറെ വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നോക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വർത്താനം പറ. വേറെ വീട് വെച്ച് പോകുന്നതിനൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മേനെയും വിചാരിച്ചിട്ട് നിങ്ങൾ പോകാണ്ട് നിൽക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് വീട് വെച്ച് മാറിയിട്ട് സമാധാനം കിട്ടുമെങ്കിൽ നിങ്ങൾ വേഗം വീട് വെച്ച് മാറിക്കോ. എന്നെ നോക്കും, എൻ്റെ മോളുണ്ട്. ഞാൻ ഓളെ അങ്ങ് വിളിക്കുകയും ചെയ്യും. ഓളോളെ മക്കളും ഞാൾ ഇവിടെ താമസിക്കുകയും ചെയ്യും. ഞാളെ നിങ്ങൾ നോക്കിയിട്ട് കഷ്ടപ്പെടുമൊന്നും വേണ്ട. നിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ നിങ്ങൾ വീട് വെച്ചിട്ട് വേഗം മാറി താമസിച്ചോ. അത് തന്നെ ഏറ്റവും നല്ലത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മേന്റെ വായന കേട്ടപ്പോ എങ്ങനെയുണ്ട്? നിങ്ങളല്ലേ അമ്മ അച്ഛൻ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞോണ്ട് വാലയെ തൂങ്ങി നടന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനറിയോ അമ്മേന്റെ മനസ്സിൽ ഇതായിരിക്കും. അമ്മക്ക് ഞാൻ ഇവിടുന്ന് പോകുന്ന സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ കെട്ടിപ്പിടിച്ച് ഇവിടെ വെക്കേണ്ട ആവശ്യം? എനിക്കും ഇവിടുന്ന് ഇറങ്ങി പോകുന്നല്ലേ സമാധാനം? എനിക്ക് അത് തന്നെയാ സമാധാനം. എത്ര കാലമായി ഞാൻ പറയുന്നത്. അങ്ങനെയാണ് എനിക്കും അത് തന്നെയാ സമാധാനം. പണിയും കഴിഞ്ഞ് ഇവിടെ വരുന്നേരം ഒന്നിന്റെ മോന്ത ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, മറ്റേ മോന്ത അങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇത് കണ്ടിട്ട് എല്ലാം കൂടി തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇവിടുന്ന് ഇറങ്ങിപ്പോയ സമാധാനം കിട്ടുമെങ്കിൽ വേറെ വീട് വെച്ച് പോകുന്നതന്നെ അല്ലേ? ഞാൻ തൽക്കാലം ഒരു വാടക വീട് കിട്ടും നോക്കട്ടെ. എന്നാ അത് മതി, നോക്ക്.